ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിൽ കുടുങ്ങിയ കത്രികയുമായി 5 വർഷമായി വേദന നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഉഷ ജോസഫ് എന്നൊരു സ്ത്രീയുടെ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഈ സംഭവത്തെക്കുറിച്ച് പത്രസമ്മേളനം വിളിച്ച് മെഡിക്കൽ സൂപ്രണ്ട് പറയുന്നത് ശസ്ത്രക്രിയയ്ക്ക് മുൻപും ശേഷവും എല്ലാ ഉപകരണങ്ങളും മെഡിക്കൽ കോളേജിൽ ഉണ്ടെന്നാണ്. അപ്പോൾ പിന്നെ ഒരു സാധ്യതയേ ഉള്ളൂ, ഡിസ്ചാർജ് ആയി വീട്ടിൽ ചെന്നതിന് ശേഷം വീട്ടിലെ ഒരു മുഴുത്ത കത്രിക നോക്കി ഉഷ ജോസഫ് എടുത്തു വിഴുങ്ങിയതായിരിക്കും. ഇപ്പോൾ ഉഷ ജോസഫ് അമൃത ഹോസ്പിറ്റലിലാണ്. ഇടപെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കാര്യത്തിലുണ്ട്. അമൃത ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റുമായിട്ട് ഞാൻ സംസാരിച്ചു. അത് പ്രശ്നമില്ല, നമ്മൾ നോക്കിക്കോളാം. ഇവിടുത്തെ സർക്കാർ ചെയ്യേണ്ട പണി ഇപ്പോൾ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോന്നി മെഡിക്കൽ കോളേജിൽ വീണ് വലത് കൈയിൽ 2 ഒടിവുമായി ഒരു 14 വയസ്സുകാരൻ വന്നു. 2 മാസത്തിന് ശേഷം പ്ലാസ്റ്റർ വെട്ടിയപ്പോൾ കുട്ടിയുടെ കയ്യിൽ ഒരു വളവ്. ഈ സംഭവത്തെക്കുറിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പത്രസമ്മേളനം വിളിച്ച് പറയുന്നത്, ഒരു കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞാൽ ഉടനെ കയറി താമസിക്കാൻ കഴിയില്ല. ഒരു കുട്ടി ഉണ്ടായാൽ പിറ്റേ ദിവസം തന്നെ MBBSന് വിടാൻ കഴിയില്ല. അതുപോലെ പ്ലാസ്റ്റർ വെട്ടിയതിനു ശേഷമുണ്ടായ വളവ് തനിയെ ശരിയായിക്കോളും എന്നാണ്. കൊച്ചു സൂപ്രണ്ടിന്റേതല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള പല ന്യായീകരണങ്ങളും ഉണ്ടാകും. ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ മുറിവുമായി ഒരാളെത്തി. അയാളുടെ മുറിവ് തുന്നിക്കെട്ടി വിട്ടു. അയാൾ പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ ചെന്നപ്പോൾ അതേ കയ്യിൽ ശസ്ത്രക്രിയ നടത്തി 5 കുപ്പിച്ചില്ലുകളാണ് പുറത്തെടുത്തത്. 63 ദിവസക്കാലമാണ് ഈ മനുഷ്യൻ കയ്യിൽ കുപ്പിച്ചില്ലുമായി വേദന തിന്ന് ജീവിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് വയറ്റിൽ മറന്നുവെച്ച കത്രികയുമായി ജീവിച്ച ഹർഷീന എന്ന യുവതി. 5 കൊല്ലക്കാലമാണ് ഹർഷീന വയറ്റിൽ കത്രികയുമായി നടന്നത്. ഇപ്പോഴും ഈ സർക്കാരിന് മുന്നിൽ നീതി തേടി ഹർഷീന എന്ന യുവതി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി എന്ന എല്ലാ ഉറപ്പും കൊടുത്തു, ഒരു ഉറപ്പും പാലിച്ചില്ല. പാവപ്പെട്ട സ്ത്രീ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വീട്ടുപടിക്ക സത്യാഗ്രഹമായിരുന്നു. 1 രൂപ കയ്യിലെടുക്കാൻ അവർക്കില്ല. പ്രതിപക്ഷ നേതാവ് 1 ലക്ഷം രൂപ കൊടുത്തു. ഞാൻ എന്റെ ഗാന്ധിഗ്രാം ഫണ്ടിൽ നിന്ന് ഇത് അറിഞ്ഞ് 1 ലക്ഷം രൂപ കൊടുത്തു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സുമയ്യ എന്ന യുവതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 5 ദിവസക്കാലം ചികിത്സ നിഷേധിക്കപ്പെട്ട് മരണപ്പെട്ട വേണു എന്ന ഓട്ടോറിക്ഷ തൊഴിലാളി. പാലക്കാട് ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന വിനോദിനി എന്ന 9 വയസ്സുകാരി. വയനാട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് വയറ്റിൽ കുടുങ്ങിയ കോട്ടൺ തുണി 75 ദിവസത്തിന് ശേഷം ജനനേന്ദ്രിയത്തിലൂടെ പുറത്തേക്ക് വന്ന യുവതി. ഇങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ ഈ നാട്ടിലെ സിസ്റ്റത്തിന്റെ പരാജയത്തിന്റെ എത്രയോ ഇരകൾ. ഇപ്പോ ആലപ്പുഴ ജില്ലാ മെഡിക്കൽ സൂപ്രണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിൽ പറയുന്നത് ഇലക്ഷൻ ആയതുകൊണ്ട് ജാഗ്രത പാലിക്കണം എന്നാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ പൊതുജനത്തിന്റെ ജീവൻ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ജാഗ്രത പാലിക്കണം എന്നല്ല മെഡിക്കൽ സൂപ്രണ്ട് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇലക്ഷൻ ആയതുകൊണ്ട് ജാഗ്രത പാലിക്കണം എന്നാണ്. മനസ്സിലായല്ലോ അല്ലേ?